പ്രസവിച്ചടാ പ്രസവിച്ച് ആര് പ്രസവിച്ചു? എടാ 9ാം ക്ലാസ്സുകാരി പ്രസവിച്ച്. എവിടെ? അമ്മയായി ഇടുക്കിയില്. അച്ഛനാരാന്നറിയോ? ആരച്ഛൻ? 8ാം ക്ലാസ്സുകാരൻ. എടാ മിടുക്ക. കൊച്ചിന്റെ അച്ഛൻ 8ാം ക്ലാസ്സുകാരൻ. 8ാം ക്ലാസ്സുകാരൻ 9ാം ക്ലാസ്സുകാരിയെ ഗർഭിണിയാക്കി. കാലം പോന്ന പോക്കേ. പണ്ടൊക്കെ നമ്മൾ ഈ പ്രായത്തിലൊക്കെ ഇല്ലേ, 14 വയസ്സിലൊക്കെ പ്രായത്തിലൊക്കെ നമ്മള് സ്നേഹിച്ച് നടന്ന സമയത്ത് എട്ടും പൊട്ടും തിരിയാത്ത പ്രായം. ആ പ്രായത്തില് നമ്മൾ സ്നേഹിക്കുന്ന കൊച്ചിനെ ഉമ്മ വെച്ചാൽ ഗർഭം കൊച്ചുണ്ടാകും എന്ന് പറഞ്ഞ കാലം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചിന്തിച്ച് നടന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അന്നത്തെ ചിന്താഗതി അങ്ങനെ ആയിരുന്നു. അതെ. ഒന്ന് തൊട്ടാരങ്ങണം, പ്രസവിക്കുവോ ഉമ്മ വെച്ചാൽ പ്രസവിക്കുവോ എന്നൊക്കെ ആയിരുന്നു. ഇപ്പൊ കാലമൊക്കെ മാറി, ട്രെൻഡ് മാറി. 8ാം ക്ലാസ്സുകാരൻ 9ാം ക്ലാസ്സുകാരെ ഗർഭിണിയാക്കുന്നു. അത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? അത് നമ്മുടെ ഈ വിദ്യാഭ്യാസം ഉണ്ടല്ലോ, എഡ്യൂക്കേഷൻ കൊണ്ടുവരണം എങ്കിലേ പറ്റത്തുള്ളൂ. ഇനിയിപ്പം ഈ 9ാം ക്ലാസ്സിന് 7ാം ക്ലാസ് ആവും, 6ാം ക്ലാസ് ആവും. കാലം പോകുന്ന പോക്ക് ഈ പുതിയ ജനറേഷൻ ആയതുകൊണ്ടാണോ ഇങ്ങനെ? അതെന്താണെന്നറിയോ? എനിക്ക് തോന്നുന്ന കാര്യം ഇപ്പൊ ഒരുപാട് ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിള്ളേർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. പിള്ളേരോട് എന്ത് പറയാം, പിള്ളേർക്ക് ചേച്ചി കാര്യമില്ലെന്നൊക്കെ പറഞ്ഞ് പല മാതാപിതാക്കളും ഉണ്ടല്ലോ മറച്ചു വെക്കും. മറച്ചു വെക്കുന്നതിനേക്കാളും കൂടുതലുണ്ട് മാതാപിതാക്കള് കുഞ്ഞു പിള്ളേരുടെ കയ്യിൽ ഫോൺ കൊടുത്തേക്ക് വന്നു. അതെ, 10, 13, 12, 14 വയസ്സായ പിള്ളേർക്ക് പുതിയ ഫോൺ മേടിച്ച് പുതിയ സിമ്മും എടുത്താൽ കൊടുത്തേക്കുക. കാരണം വീട്ടിൽ അമ്മയുടെ ഫോണൊന്നും അല്ല, അവർക്ക് മേടിച്ചു കൊടുക്കുക. അവർക്ക് നല്ല മാർക്ക് മേടിച്ചാൽ മൊബൈൽ മേടിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? മാതാപിതാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇങ്ങനെയൊക്കെയാ കാര്യം. അവരെ ശ്രദ്ധിക്കാം. ഇതൊന്നും ചെയ്യുന്നില്ല നമ്മൾ. ഇത് സമൂഹത്തിന് വേണ്ടുന്ന ഒരു കാര്യം. പക്ഷെ ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്തുകൂടാന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കണം. അതൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ 14കാരി ഗർഭിണിയായി. നാളെ അത് കുറഞ്ഞു വരും. നമ്മുടെ ഓരോ പിള്ളേർക്കുമാണ് ഈ ദോഷങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ കൊല്ലത്തായിരുന്നു 3-4 ദിവസം മുമ്പ് ഈ സംഭവം ഉണ്ടായി. ഇപ്പൊ ഇടുക്കിയിലായി. പല സ്ഥലങ്ങളിൽ ഇപ്പൊ കുഞ്ഞിനെ എടുത്ത് കിണറ്റിയിടുന്നു. ഓരോ ജില്ലയിൽ അതന്നെ, കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു വില കൊടുക്കാത്ത കുഞ്ഞിനെ കൊല്ലുന്നു. എന്തൊക്കെ സമൂഹത്തിൽ നടക്കുന്നതെന്നറിയോ? ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുഞ്ഞിന്റെ അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടി, കുഞ്ഞെന്ന് തന്നെ പറയാം, 14 വയസ്സുള്ള ഒരു കുഞ്ഞ് അമ്മയാകുവാന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഡൗട്ട് എന്തും അറിയോ? നമ്മൾ സാധാരണ പെണ്ണുങ്ങൾ ഗർഭിണിയാകുമ്പോൾ 3 മാസം, 4 മാസം, 5 മാസം, 6 മാസം കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. പിന്നെ 3-4 മാസം കഴിയുമ്പോഴത്തേക്കും അറിഞ്ഞൂടെ? വയറ് വീർത്തില്ലെങ്കിൽ പോലും ലക്ഷണങ്ങൾ കാണുമ്പോൾ അറിയാം. ഇതൊന്നും ഈ തള്ളമാർക്കും തന്തമാർക്കും ഒന്നും അറിയുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതൊക്കെ മനഃപൂർവ്വം മറച്ചു വെച്ച ഈ സംഭവം എന്തോ, ഈ പ്രസവിക്കുന്ന സമയത്ത് ഇത് ലീക്കാവും. പിന്നെ ലീക്കായി ബന്ധുക്കൾ അറിഞ്ഞ അവര് ലീക്കാക്കും, അല്ലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ലീക്കാക്കും. ഇങ്ങനെ ലീക്കാവുന്നതാണ്. ഇതാണ് സംഭവം. ഒരുപാട് ഇതിപ്പോ നമ്മളിപ്പോ അറിഞ്ഞ വിഷയം ന്യൂസിലൊക്കെ വന്ന് എവിടൊക്കെ അറിയാത്ത വിഷയങ്ങളുണ്ട്. പ്രസവിച്ച് ഈ പ്രസവം നടന്നു കഴിഞ്ഞ് ഇല്ലാതാക്കി കളയുന്ന കുഞ്ഞുങ്ങളെ. ഇത് അറിഞ്ഞുകൊണ്ടാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മുടെ സമൂഹം, നമ്മുടെ രക്ഷാകർത്താക്കൾ എന്ന് വെച്ചാൽ വീട്ടിലെ അമ്മമാരും അച്ഛന്മാരുമാണ് മക്കളെ സൂക്ഷിക്കേണ്ടത്, ഇല്ലേ? അതായത് നമുക്ക് വിദ്യാഭ്യാസ മന്ത്രിയോട് പറയാനുള്ളത്, 7ാം ക്ലാസ് 8ാം ക്ലാസ് മുതലേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പിള്ളേരോട് പറഞ്ഞ് മനസ്സിലാക്കുക. ഇത് ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഇവിടെ നടക്കുന്ന സംഭവം എന്തോ അറിയോ? ഇവിടെ നടക്കുന്ന പറഞ്ഞ ഒരു അധ്യാപകന് പിള്ളേരെ തല്ലാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരുപാട് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നല്ലോ. പിള്ളേരെ തല്ലാനുള്ള ഇതുണ്ടോ? തല്ലി അവിടെ കേസാ. ആ തല്ലിയാ പഠിപ്പിക്കേണ്ടത്. ടീച്ചർമാരായാലും സാറുമാരായാലും എന്ന് വെച്ചാൽ അധ്യാപകര് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അത് തല്ലി പഠിപ്പിക്കണം. പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നോവിച്ച് പഠിപ്പിക്കണമെന്നല്ല, ഒരു പേടി വേണം, ചെറിയൊരു പേടി. എല്ലാ കാര്യത്തിലും ഒരു പേടി. നോവിച്ച് പഠിച്ചാലേ കറക്റ്റ് ആവുന്നു. നമ്മൾ പഠിക്കുന്ന കാലത്ത് എങ്ങനായിരുന്നു? ഞങ്ങൾ പഠിക്കുന്ന സമയത്ത്, ഞാൻ പഠിക്കുന്ന സ്കൂളിൽ ഹരിസാർ എന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു. ചന്തി പാന്റ് വലിച്ചു പിടിച്ച് ചന്തിക്ക് നല്ല ചൂടിൽ വെച്ച് അടിച്ച് അവിടെ പാടുവരെ ആവുമായിരുന്നു. അന്നൊന്നും ആരും പരാതി പറയുന്നില്ലല്ലോ. ഹരിസാർ കാണുന്നുണ്ടോന്ന് അറിയത്തില്ല. അന്നൊന്നും ആരും ഇതൊന്നും പറയുന്നില്ല. അപ്പൊ അടിച്ച് നോവിച്ച് തന്നെ പഠിപ്പിക്കണമെങ്കിലേ പറ്റും. ഇപ്പൊ ഒന്ന് അടിച്ചു വന്ന ചെറിയ പാട് വന്നാൽ അത് കേസ്, അധ്യാപനെതിരെ കേസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാ. പിന്നെ എങ്ങനെ പിള്ളേരിങ്ങനെ ആയി വഴിയേറ്റി പോകുന്നത്? ഇപ്പം തന്നെ എല്ലാ ലഹരി പദാർത്ഥങ്ങളോടും കൊച്ചു പിള്ളേർ വരെ അഡിക്റ്റായി മാറിക്കൊണ്ടിരിക്കുക, ഇല്ലേ? ആ ഒരു രീതിയിൽ മാറിക്കൊണ്ടിരിക്കുക നമ്മുടെ കേരളം. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പുസ്തകം മാത്രം നോക്കിയുള്ള പഠിപ്പിൽ മാത്രമേ ഉള്ളൂ. പൊതുസമൂഹത്തെ കുറിച്ച് ഒന്നും പിള്ളേർക്ക് അറിയത്തില്ല. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം കെമിസ്ട്രി പഠിക്കുന്ന, കണക്ക് കൂട്ടാൻ പഠിപ്പിക്കുന്ന അതല്ല വിദ്യാഭ്യാസം. നമ്മൾ പല കാര്യങ്ങളും നമുക്ക് അറിവ് കിട്ടണമെങ്കിൽ പലരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പിള്ളേർക്ക്. ഇപ്പൊ തന്നെ ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചർമാർ, അധ്യാപകർ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പോലും അമ്മമാരാണ് പെൺപിള്ളേർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അത് ഒരു 10, 12 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് പ്രായപൂർത്തിയാകുമ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. തെറ്റ് ചെയ്യാത്ത സാധനം എന്താണെന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നും ശരി എന്താണെന്നും യഥാർത്ഥത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ അതൊരു ഇത് കിട്ടത്തുള്ളൂ. അല്ലാതെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പറഞ്ഞ A² - B² ഒന്നും പഠിപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല. അത് എവിടെ ജോലിക്ക് പോയ A² - B² എന്തൊക്കെ ചോദിക്കൂടെ? അപ്പൊ അതുകൊണ്ട് എല്ലാവരും മാക്സിമം മൊബൈൽ കൊടുക്കാതിരിക്കും. അതാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ കാണുമ്പോൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കും, മക്കളെ ഇതൊക്കെയാണ് സംഭവം, ഇതൊക്കെ നമ്മൾ പഠിച്ചു വരേണ്ട കാര്യങ്ങൾ, നിങ്ങൾ വളർന്നു വരുമ്പോൾ പഠിച്ചോളൂ. അല്ലാതെ 10 മാർക്ക് കൂടുതൽ കിട്ടുമ്പോൾ മൊബൈലും മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് കുട്ടികളുടെ എണ്ണം വീട്ടിൽ കൂടും. ശരി.